Hi guys, today I'm going to share a horror story which I got from Reddit. നമ്മുടെ കഥയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ജോണും പീറ്ററുമാണ്. ജോണിന്റെ മകനാണ് പീറ്റർ. ഫ്യൂ മന്ത്സ് ബാക്ക് ജോണിന്റെ വൈഫ് മരണപ്പെടുകയാണ്, അതായത് പീറ്ററിന്റെ അമ്മ. അപ്പൊ രണ്ടുപേരും ഒബ്വിയസ്ലി ഡൗൺ ആവും. അവരുടെ ലൈഫ് അവിടെ ബ്രേക്ക് ആയ പോലെ രണ്ടുപേർക്കും തോന്നും. കാരണം സഡൻ ആയിട്ട് അവരുടെ ഫാമിലിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് രണ്ടുപേർക്കും നഷ്ടമായിരിക്കും. അപ്പൊ രണ്ടുപേരും ആ ദുഃഖത്തിൽ തന്നെ ഇരുന്നു. പരസ്പരം അവിടെ സംസാരമില്ല, ഒന്നുമില്ല. അങ്ങനെ നമുക്ക് ജോണിന് തോന്നി ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല, ലൈഫ് മൂവ് ഓൺ ആവണം. കാരണം എനിക്കിനി ലോകത്ത് പീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം അവൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി, അവനെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനാണ്. എന്തിനായാലും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ജോൺ വിചാരിക്കുകയാണ് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം, ലൈഫ് പഴയ പോലെ തന്നെ പോകണം. ഇൻഫാക്റ്റ് അവന് വിഷമം ഉണ്ടെങ്കിലും അവനതെല്ലാം ഹൈഡ് ചെയ്യണം, വളരെ നന്നായിട്ട് തന്നെ ഹൈഡ് ചെയ്യണം അവൻ്റെ മകന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും വീണ്ടും അവരുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അത്ര കുഴപ്പമൊന്നുമില്ലാതെ സാധാ ആയിട്ട് പോകുന്നു. നമ്മുടെ ജോൺ ഒരു വർക്ക് ഹോളിക് ആണെങ്കിലും ബിയോണ്ട് ഓൾ ദാറ്റ് അവൻ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തത് അവൻ്റെ മകനാണ്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും അവരുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അവൻ ജോലിക്ക് പോകുന്നുണ്ട്, പീറ്റർ സ്കൂളിൽ പോകുന്നുണ്ട്. വൺ ഡേ നമ്മുടെ ജോണിന് തോന്നാണ് സംതിങ് ഈസ് റോങ് വിത്ത് പീറ്റർ. അവനെ ശ്രദ്ധിച്ചപ്പോഴും കുറച്ച് വിയേർഡായിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. ഓക്കെ, അപ്പം നൈറ്റ് ടൈമിൽ നമ്മുടെ പീറ്ററിൻ്റെ റൂമിൽ നിന്ന് ചില സൗണ്ടുകൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, കുറച്ച് കരച്ചിലൊക്കെ പോലെ. അപ്പം നമ്മുടെ ജോൺ വിചാരിക്കുന്നത് മേ ബി അവൻ്റെ അമ്മയെ ഓർത്തിട്ടാവാം. അമ്മയുടെ അത്ര ഷെയർ ചെയ്യുന്ന പോലെ പീറ്റർ അച്ഛനോട് ഷെയർ ചെയ്യാറില്ല, കാരണം അവർ തമ്മിൽ ആ ഒരു ബോണ്ടില്ലായിരുന്നു. ആഫ്റ്റർ ഹർ ഡെത്ത് നമ്മുടെ ജോണ് അവൻ്റെ ആ ഒരു തെറ്റ് തിരുത്താൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു അടുപ്പം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, ഇതിന് മുമ്പില്ലാത്തൊരടുപ്പം. അപ്പോൾ ഇവൻ പെട്ടെന്നുള്ള ഒരു ബിഹേവിയർ ഇങ്ങനെ മാറിയപ്പോൾ ജോണിന് ഇവനെന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചാൽ എന്നോട് പറയണമെന്നില്ല, അവനോട് ചോദിക്കണോ വേണ്ടേ എന്നുള്ള ഒരു ചിന്ത ജോണിനുണ്ട്. മേ ബി അത് വീണ്ടും അവൻ്റെ അമ്മയുടെ ഓർമ്മകളിൽ കൊണ്ടുപോവാണെങ്കിലോ എന്നുള്ള ഒരു തോട് കൊണ്ട് അവൻ ചോദിച്ചില്ല. വൺ ഡേ അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ജോൺ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയും. അന്നേരം പറഞ്ഞു, നമ്മളല്ലാതെ ഈ വീട്ടിൽ ഒരാളൂടെ ഉണ്ട്. അത് ജോണിന് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. ആര്, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നേരം ജോണിന് തോന്നി ഇവൻ എന്തോ ഉള്ളിലെ വിഷമങ്ങൾ കിടന്ന് മേ ബി അവൻ്റെ ഹാലുസിനേഷൻ ആവാം, അല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരാളാവാം എന്നൊക്കെ തോന്നുന്നു. അവനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇനി എന്ന് ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ മുറിയിൽ വരുമോ, എന്നെ ഉറക്കിയിട്ട് പോവുമോ, അങ്ങനെയൊക്കെ അവൻ ചോദിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ജോണിന് ഹേർട്ട് അവിടെ മെൽറ്റാണ്. കാരണം അവൻ്റെ മോൻ അങ്ങനെ ചോദിച്ചപ്പോൾ എന്നെ ഉറക്കുമോ, എൻ്റെ കൂടെ കിടന്നിട്ട് പോകുമെന്നൊക്കെ. അപ്പോൾ ജോൺ മനസ്സിലാവും അവൻ അത് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എന്തുകൊണ്ട് അറിഞ്ഞ് ചെയ്തില്ല, അവൻ്റെ അമ്മയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തേനല്ലോ, അങ്ങനൊരു ചിന്ത നമ്മുടെ ജോൺ വരും. അപ്പോൾ ജോണ് ഇന്ന് നൈറ്റ് പോയിട്ട് അവൻ്റെ റൂമിൽ പോവും, അവനെ ഉറക്കും, അവൻ്റെ തലയിലൊക്കെ ഇങ്ങനെ പാറ്റ് ചെയ്ത് അവനെ കംഫർട്ടാക്കി അവനൊരു സെക്യൂർ ഫീലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ജോണ് തിരിച്ച് റൂമിലേക്ക് പോരുക. അപ്പോൾ വീണ്ടും അതിങ്ങനെ റൂട്ടീൻ പോലെ നടന്നിരിക്കാം. ബട്ട് ഇതിൻ്റെ എല്ലാ ഇടയിലും നമ്മുടെ ജോൺ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഭയങ്കര സൗണ്ട് കേട്ടു, അതുവരെ ഇല്ലാത്ത ഭയങ്കര വിയേർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട്. അപ്പോൾ ജോൺ റൂമിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ടീച്ചർ ബെഡിലിരിക്കുക, ഭയങ്കര വിയേർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മൈലായിട്ട്. അവൻ്റെ ബിഹേവിയർ തന്നെ ഭയങ്കര വ്യത്യാസമായിരുന്നു. അച്ഛനെ കണ്ടിട്ട് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല, അവൻ്റെ ആയ ഒരു ലോകത്തിരിക്കുന്നവന്. കാരണം അതുപോലത്തെ ഒരു ചേഞ്ച് ഇൻ ഹിസ് ബിഹേവിയർ അവനത് തോന്നി. അപ്പോൾ നമ്മുടെ ജോൺ ചോദിച്ചു, നീ എന്തെങ്കിലും ഇരിക്കുന്നത്? ടീച്ചർ പറയും, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ നമ്മളല്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ ജോൺ ചോദിക്കും, ആര്, എവിടെ? അന്നേരം പറയും, അവൻ ബെഡിനടിയിലുണ്ട്, എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ ജോൺ വിചാരിച്ചു നോക്കാം. അവൻ നോക്കി ആ വാളിനോട് ചേർന്നാണ് ആ ബെഡ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവൻ നോക്കിയപ്പോൾ ആ ബെഡിൻ്റെ മൂലയ്ക്ക് അവൻ്റെ മകൻ പീറ്റർ ഇരിക്കുകയാണ്. പീറ്റർ ഭയങ്കര പേടിച്ച് വിയർത്ത്, അവന് സൗണ്ട് പോലും പുറത്തു വരുന്നില്ല, അവൻ അത്ര പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ജോണ് കട്ടിലിൻ്റെ കീഴിലേക്ക് പോകും. പീറ്റർ, നീ ഇവിടെ ഇരിക്കുകയാണോ? അപ്പോൾ ബെഡിലിരിക്കുന്ന ആരാ? അന്നേരം പീറ്റർ പറയും, ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ ഞാനല്ലാതെ ഇവിടെ വേറൊരാളുണ്ടെന്ന്. ഗൈസ്, ഇതാണ് എൻഡിങ്. ഇങ്ങനെയാണ് സ്റ്റോറി നിൽക്കുക. ഇതിനപ്പുറത്തോട്ടോ ഒന്നും നമ്മുടെ റൈറ്റർ എഴുതിയിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിലേതാണ് ഒറിജിനൽ പീറ്റർ ഒന്നും അറിയില്ല. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോറി വായിക്കണം എന്നുള്ളവർ റെഡിറ്റിൽ വായിക്കുക. കുറേ വർഷമായിട്ട് ഞാൻ റെഡിറ്റ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കുറേ സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് വായിച്ചൊരു സ്റ്റോറിയാണിത്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും ചാനൽ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.